നമ്മുടെ മൈൻക്രാഫ്റ്റ് ഹാർഡ്കോറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ഇവിടെ വെച്ചായിരുന്നു നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ വില്ലേജും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ ഇതാണ് നമ്മുടെ വില്ലേജ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വില്ലേജ് കാണാത്തവർക്കൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. സോ അപ്പോൾ ഇതാണ് നമ്മുടെ വില്ലേജും കാര്യങ്ങളും വരുന്നത്. കണ്ടില്ലേ, അത്യാവശ്യം ഒരു വലിയൊരു വില്ലേജ് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ വില്ലേജിന് ചുറ്റും നോക്കുകയാണെങ്കിൽ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. ഒരുപാട് ബയോംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ബയോം കാണിച്ചത് ഇത് നമ്മുടെ മറ്റേ ജംഗിൾ ബയോം ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താവശ്യം വരികയാണെങ്കിൽ നമുക്ക് ജംഗിളിൽ നിന്ന് ഐറ്റംസ് കുറേ സാധനങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ജംഗിളിൽ പോയി ഞാൻ എടുത്തുകൊണ്ട് വരാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നമ്മുടെ വീട്ടിനുള്ളിൽ നമ്മളൊരു ബെഡും കാര്യങ്ങളും കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തായാലും കിടക്കാൻ വേണ്ടി നമ്മളൊരു ബെഡും കാര്യങ്ങളും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ പിന്നെ നമ്മുടെ ചെസ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലെടുത്ത ഐറ്റംസാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്ന് നമുക്ക് കുറച്ച് നമ്മുടെ അടുത്ത് മരങ്ങളൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇന്ന് പോയിട്ട് കുറച്ച് മരങ്ങളൊക്കെ വെട്ടണം. പിന്നെ ഞാൻ ഇന്ന് മെയിനായിട്ട് വിചാരിക്കും നമുക്ക് കൃഷിയും കാര്യങ്ങളും ആരംഭിക്കാമെന്നുള്ളതാണ്. നമുക്ക് കുറച്ച് കൃഷികളൊക്കെ ആരംഭിച്ച് നമുക്ക് സാധനങ്ങളൊക്കെ കൃഷിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കണം. ഞാൻ പറയുമ്പോൾ നമുക്ക് ഈ ഒരു ഇത് കണ്ടില്ലേ, ഈ ഒരു വെള്ളത്തിൻ്റെ സൈഡിലായിട്ട് നമുക്ക് മറ്റേ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അത് വെച്ച് നമുക്ക് കിളച്ച് കൊടുക്കണം. എന്നാൽ നമുക്ക് ഇവിടെ നമ്മുടെ സാധനങ്ങളൊക്കെ നട്ടു കൊടുക്കാം കേട്ടോ. നമ്മളെ കൃഷിയും കാര്യങ്ങളൊക്കെ തുടങ്ങാം. സോ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഹേബേൽസും കാര്യങ്ങളും പൊട്ടിച്ചെടുത്ത് ഇത് വെച്ച് നമുക്ക് മറ്റേ എന്താ ഇതിന് പറയുക, വീറ്റ് സെറ്റാക്കണം. അത് വെച്ച് നമുക്ക് കുറേ സാധനങ്ങളൊക്കെ റെഡിയാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം. നമുക്ക് കുറച്ച് മരങ്ങൾ മുറിക്കണം. നമ്മളെന്തായാലും ഇവിടെ നിന്ന് മരം മുറിക്കുന്നില്ല. നമുക്ക് കുറച്ച് ലോങ്ങിലോട്ട് പോയിട്ട് നമുക്ക് മരങ്ങൾ എടുക്കാം. എനിക്ക് തോന്നുന്നു നമുക്ക് ഉള്ളോട്ട് പോയിട്ട് നമുക്ക് മരങ്ങൾ മുറിച്ചുകൊണ്ട് വരാം കേട്ടോ. ഓക്കെ, നമ്മുടെ ടൂൾസും കാര്യങ്ങളൊന്നും റെഡി ആക്കിയിട്ടില്ല. നമുക്ക് കുറച്ച് ആയുധങ്ങളും കാര്യങ്ങളൊക്കെ സെറ്റാക്കാനുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും രാത്രി ആവുന്നുണ്ട് കേട്ടോ. നമുക്ക് പെട്ടെന്ന് എന്തായാലും ഇവിടെ നിന്ന് കുറച്ച് മരങ്ങൾ പൊട്ടിച്ചെടുക്കാം. നമുക്ക് ഇനിയും ഒരുപാട് മരങ്ങൾ മുറിച്ചെടുക്കാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീടും കാര്യങ്ങളൊക്കെ നമുക്ക് അത് പോരാ. നമുക്ക് കുറച്ചുകൂടി ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം. കുറച്ചുകൂടി സ്ഥലങ്ങളൊക്കെ വേണം. എന്താ വെച്ചാൽ നമ്മളേക്ക് ഇനി മൈനിങ്ങിനും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഒരുപാട് ഐറ്റംസും കാര്യങ്ങളൊക്കെ കിട്ടാനുള്ളതാണ് കേട്ടോ. ഇതിൽ കുറേ സംഭവങ്ങളുണ്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ. കുറേ സാധനങ്ങൾ നമ്മൾ കണ്ടെത്താനുണ്ട്. അതുപോലെ തന്നെ കുറേ സംഭവങ്ങൾ നമ്മൾ കണ്ടുപിടിക്കാനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറേ എന്തൊക്കെ സംഭവങ്ങളുണ്ട് ഗൈസ്. നമ്മൾ മറ്റേ ഡ്രാഗനൊക്കെ കൊല്ലാൻ അങ്ങനെ കുറേ പരിപാടികളുണ്ട് നമ്മളിതിൽ. സോ നേരെ രാത്രി ആവുന്നുണ്ട് കേട്ടോ. രാത്രിയാൽ നമുക്ക് കുറേ മോബ്സും കാര്യങ്ങളൊക്കെ സ്പോണാവും. ഇത് കാരണം നമ്മൾ ചാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും നേരെ നമുക്ക് വില്ലേജ് പോയിട്ട് നമ്മുടെ വീട്ടിൽ പോയിട്ട് കയറി കിടക്കണം. ഗൈസ്, രാത്രി ആവുന്നുണ്ട് കേട്ടോ. നമുക്ക് പെട്ടെന്ന് പോവാട്ടോ. പെട്ടെന്ന് പോയിട്ട് നമുക്ക് കയറി കിടക്കണം. അപ്പം ബെഡ് എവിടെയായിരുന്നു, അല്ല നമ്മളെ വീട് എവിടെയായിരുന്നു ആദ്യം കണ്ടുപിടിക്കണം. ആ ഒരു ഭാഗത്തായിട്ടാണ് നമ്മളെ വീട് വരുന്നത്. ഓക്കെ, അതാണ് കേട്ടോ നമ്മളെ വീട്. സോ നമുക്ക് എന്തായാലും പെട്ടെന്ന് പോയിട്ട് നമുക്ക് വീട്ടിൽ പോയി കയറി കിടക്കണം കേട്ടോ. ഉമ്മാർ സ്പോൺ ആവുന്നതിന് തന്നെ പെട്ടെന്ന് സോംബീസൊക്കെ സ്പോൺ ആവും. അതിൻ്റെ ഉള്ളിൽ നമുക്ക് വേഗം പോയിട്ട് കയറി കിടക്കണം. ലെറ്റ്സ് ഗോ, ഫാസ്റ്റ്. ഇതാരുടെ നമ്മുടെ വീട്ടിലൊന്ന് കയറി ഇറങ്ങിയിട്ട് പോടായിരുന്നു. എന്തായാലും നമ്മളെ ബെഡിൽ കയറി കിടന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബെഡ് കയറി നമ്മുടെ നെക്സ്റ്റ് ഡേ അങ്ങനെ സ്കിപ്പാക്കിയിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ ഗൈസ് രാവിലെ ആയിട്ടുണ്ട്. ഇനി എന്തായാലും നമ്മൾ മരങ്ങളൊക്കെ നമുക്ക് എടുത്ത് നമുക്കൊന്ന് കുറേ സംഭവങ്ങൾ റെഡിയാക്കാനുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ഒരു ലോഗ് വെച്ചിട്ട് കുറച്ച് തടി കഷ്ണങ്ങളാക്കണം. ഈ ഒരു സംഭവങ്ങൾ വെച്ച് പ്ലാങ്ക്സ് ആക്കണം. ഓക്കെ, 44 വുഡ് കിട്ടിയിട്ട് നമുക്ക് അത്രയും മരത്തുനിന്ന്. സോ ഇനി എന്തായാലും നമുക്ക് ഇത് വെച്ചിട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ റെഡിയാക്കണം. നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇതിന് മുമ്പ് റെഡിയാക്കിയിട്ടില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ റെഡിയാക്കിയിട്ടില്ല കേട്ടോ. ഓക്കെ, നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ അങ്ങനെ റെഡിയാക്കുകയാണ്. സോ ഓക്കെ, നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ റെഡിയാക്കി. തൽക്കാലം നമുക്ക് ഈ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ ആയിട്ട് വെക്കാം കേട്ടോ. ഇതിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കൂടെ ഒന്നും കാര്യം ക്രാഫ്റ്റ് ചെയ്യാം. സോ പിന്നെ നമുക്ക് ഐറ്റംസുകൾ റെഡിയാക്കാം കേട്ടോ. ഇപ്പോൾ നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും നോക്കാം. സ്റ്റിക്ക് ഉണ്ടാക്കാം. സ്റ്റിക്ക് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആയുധങ്ങൾ റെഡിയാക്കാം. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇവിടുന്ന് എടുക്കുന്നത് നമ്മുടെ വുഡൻ പിക്കാക്സ് ആണ്. സോ നമ്മൾ ആദ്യം ഉണ്ടാക്കുന്ന വുഡൻ പിക്കാക്സ്. അങ്ങനെ നമ്മൾ വുഡൻ പിക്കാക്സ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് ഈ ഒരു വുഡൻ പിക്കാക്സ് വെച്ച് നമുക്ക് ഈ ഒരു സ്റ്റോണും കാര്യങ്ങളും മൈൻ ചെയ്തെടുക്കണം. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റോണും കാര്യങ്ങളും മൈൻ ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റോണിൻ്റെ പിക്കാക്സും ആക്സൊക്കെ റെഡിയാക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി സ്പീഡും പവറൊക്കെ ഉണ്ടാവും. സോ നമ്മൾ ഈ ഒരു വുഡൻ പിക്കാക്സിനായിട്ടും കുറച്ചും കൂടി സ്ട്രോങ് ആയിരിക്കും നമ്മുടെ
സ്റ്റോണിൻ്റെ പിക്കാക്സും കാര്യങ്ങളൊക്കെ. സോ എന്തായാലും നമ്മൾ കുറച്ച് സ്റ്റോണും കാര്യങ്ങളും ഇവിടെ നിന്ന് മൈൻ ചെയ്തെടുക്കുകയാണ്. എനിക്കൊരു ഐഡിയ തോന്നുന്നു, നമുക്കൊരു മൈനിങ്ങിൻ്റെ ഒരു സ്പോട്ട് വേണം കേട്ടോ. നമുക്ക് മൈൻ ചെയ്യാനായിട്ട് ഒരു സ്ഥലം കണ്ടുപിടിക്കേണ്ടതുണ്ട്. സോ ഞാൻ വിചാരിക്കുമ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലം തന്നെ നമുക്ക് മൈനിങ് ചെയ്യാൻ നമുക്ക് ഈ ഒരു സ്ഥലം ഉപയോഗിക്കട്ടോ. നമുക്ക് ഇനി താഴോട്ട് ഇങ്ങനെ സ്റ്റെപ്പ് പോലെ ഇങ്ങനെ മൈൻ ചെയ്ത് പോയാൽ മതി. സോ അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് കുറച്ച് സ്റ്റോണും കാര്യങ്ങളും പൊട്ടിച്ചെടുക്കാം. നമ്മൾ മൈനിങ്ങിനായിട്ട് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം കേട്ടോ. നോക്കട്ടെ, നമുക്ക് അടുത്ത വീഡിയോ നമുക്ക് എന്തായാലും മൈനിങ് ചെയ്യാം. സോ എന്തായാലും നമ്മൾ സ്റ്റോണും കാര്യങ്ങളൊക്കെ ആവശ്യത്തിന് പൊട്ടിച്ചെടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ ഇനി എന്തായാലും നമ്മുടെ ആയുധങ്ങൾ റെഡിയാക്കാം. ആദ്യം നമ്മളൊരു സോഡ് റെഡിയാക്കാണ്. അതുപോലെ തന്നെ പിന്നെയും കുറച്ച് സ്റ്റിക്ക് കൂടി എടുക്കാം. എന്നിട്ട് ഒരു വുഡൻ ആക്സ് റെഡിയാക്കാണ്. ഇനി നമുക്കൊരു സ്റ്റോണിൻ്റെ ഒരു പിക്ക് ആക്സ് കൂടി റെഡിയാക്കാം. അങ്ങനെ നമ്മുടെ ടൂൾസ് ഓൾമോസ്റ്റ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഒരു സാധനം കൂടി റെഡിയാക്കണം. നമ്മൾ കൃഷി ചെയ്യണമെങ്കിൽ മെയിനായിട്ടുള്ള ഒരു ആവശ്യമായിട്ടുള്ള സംഭവമാണ് നമ്മുടെ നമുക്ക് സ്റ്റോണിൻ്റെ ഫോയും കൂടി റെഡിയാക്കാം. അല്ലെങ്കിൽ രണ്ടെണ്ണം കൂടി കൈ പിടിച്ചേക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്തായാലും നമ്മുടെ വീട്ടിലേക്ക് പോയിട്ട് നടാൻ സാധനം വേണമല്ലോ. ഓക്കെ, നമ്മുടെ അടുത്ത് വിത്തൊന്നും കാണുന്നില്ല കേട്ടോ നട്ടുകൊടുക്കാൻ. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് പുല്ലുകൾ അരിയണം. ഇതുപോലത്തെ ഗ്രാസ് നമുക്ക് അരിഞ്ഞാൽ ഇതിന്ന് നമ്മുടെ സീഡ് കിട്ടും. ഇതാണ് നമ്മളെ വിത്ത് കിട്ടും. ഈ ഒരു വീറ്റ് സീഡ് ഉണ്ടെങ്കിൽ നമുക്ക് മറ്റേ വീറ്റ് നട്ട് റെഡിയാക്കാം. സോ എന്തെങ്കിലും നമ്മൾ സാധനങ്ങൾ ഇങ്ങനെ പൊട്ടിച്ചെടുക്കണം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ സീഡും കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും ഇത് കൊണ്ട് നമ്മുടെ കൃഷിയും കാര്യങ്ങളൊക്കെ ആരംഭിക്കുക. ഇതുകൊണ്ട് നമുക്ക് നടണം. ഇത് നട്ടുകൊടുത്ത് നമുക്ക് നമ്മുടെ സീഡും കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് കൊണ്ട് നടണം. എന്തായാലും നമ്മൾ ആവശ്യത്തിന് സീഡും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. ഏകദേശം 40 സീഡോളം നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ വീറ്റ് സീഡാണല്ലോ. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു വീറ്റ് നട്ടുകൊടുക്കാനുള്ളൊരു ലൊക്കേഷൻ കണ്ടെത്തണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എന്തായാലും നമുക്കിത് നട്ടുകൊടുക്കണം. ഞാൻ പറയുമ്പോൾ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് തന്നെ നട്ടു കൊടുക്കാം കേട്ടോ. ഇവിടെ ആയിട്ട് തന്നെ നമുക്ക് നട്ടു കൊടുക്കാം. ആദ്യം നമുക്ക് ഇവിടെ നിന്ന് കിളച്ചു കൊടുക്കണം. സിമ്പിളായിട്ട് നമുക്ക് കിളയ്ക്കാനേ ഉള്ളൂ. കണ്ട, ഇതുപോലെ നമുക്കിങ്ങനെ കിളച്ചു കൊടുക്കാം കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ കുറച്ച് കിളച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്തായാലും ഇവിടെ നമ്മുടെ വീറ്റ് സീഡ് നട്ടു കൊടുക്കാം. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് നട്ടു കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇവിടെ നിന്ന് നട്ടു കൊടുക്കാം. ഓക്കെ, നമ്മുടെ അഡ്വാൻസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. എന്തോ ഒരു CD പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു അഡ്വാൻസ്മെൻറ്റ് കിട്ടി. എന്തായാലും നമുക്ക് സീഡും കാര്യങ്ങളൊക്കെ മൊത്തം നട്ടു കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് മൊത്തം ഫില്ല് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. നമുക്ക് കുറച്ച് സ്ഥലത്തുകൂടി നട്ടു കൊടുക്കാണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് വളർന്ന് വരുമ്പോൾ ഇതൊന്ന് നമുക്ക് സീഡ് എടുത്തിട്ട് നമുക്ക് ബാക്കി സ്ഥലത്തെ കൂടി നട്ടു കൊടുക്കാം. അത് എന്തായാലും വളർന്ന് വരട്ടെ. എന്തായാലും 2-3 ദിവസം എടുക്കാൻ മതിയാവും ഇത് വളർന്ന് വരാൻ. സോ ഈ ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് വെച്ച് നമുക്ക് ഇതാ കാണിച്ചു തരാം. ഇത് നമ്മളിങ്ങനെ പൊട്ടിച്ചെടുക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ ഹേബേൽസ്. ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ബ്രെഡും കാര്യങ്ങളും റെഡിയാക്കാൻ പറ്റും. കാണിച്ചു തരാം. ഈ ഒരു ഹേബേൽസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഹേബേൽസിനെ നേരെ നമുക്ക് വീറ്റാക്കി മാറ്റാൻ പറ്റും. കാണിച്ചു തരാം. കണ്ട, ഇതുപോലെ നമുക്ക് വീറ്റാക്കാൻ പറ്റും. ഇതുപോലെയുള്ള വീറ്റ് കിട്ടും. ഒരു വീറ്റ് തന്നെയാണ് നമ്മൾ അവിടെ നട്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് ഫുഡാക്കി മാറ്റാം. നമുക്ക് കുറച്ചെടുത്ത് നമുക്ക് ഫുഡാക്കാം കേട്ടോ. ഓക്കെ, ഒരു 10 ബ്രെഡ് നമുക്ക് എടുത്തേക്കാം. ബാക്കി എന്തായാലും നമുക്ക് ചെസ്റ്റ് കൊണ്ടുവെക്കാം. നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ എടുക്കാം. ഓക്കെ, നമ്മുടെ ചെസ്റ്റ് കാര്യങ്ങൾ ഫുള്ളായിട്ടുണ്ട്.
നമുക്കൊരു ചെസ്റ്റ് കൂടി റെഡിയാക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ആ ഒരു ചെസ്റ്റും കാര്യങ്ങളും ഒന്നുകൂടി വലുതാക്കി കൊടുക്കാം. അപ്പം കുറച്ചുകൂടി ഐറ്റംസ് നമ്മുടെ വെക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ ഇപ്പോൾ തീരെ സ്പേസ് ഇല്ല കേട്ടോ. എന്തായാലും നമുക്ക് ഈ ഒരു വീടൊന്ന് ബിൽഡ് ചെയ്യണം. തൽക്കാലം നമുക്ക് ഈ ഒരു സ്റ്റോൺ നമുക്ക് ഇവിടെ നിന്ന് റിമൂവ് ചെയ്യട്ടോ. ഈ ഒരു സ്റ്റോൺ നമുക്ക് ഇവിടെ നിന്ന് റിമൂവ് ചെയ്താലേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് ഈ ഒരു സ്റ്റോൺ എടുത്ത് ഇവിടെ വെച്ച് കൊടുക്കാം. ഓക്കെ, അത്യാവശ്യം സ്പേസ് ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ പറയുമ്പോൾ ഈ ഒരു വീടിൻ്റെ മുകളിലോട്ട് നമുക്ക് ബിൽഡ് ചെയ്ത് കൊടുക്കണം. നോക്കട്ടെ, നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് സെറ്റാക്കണം. ഇനി നമുക്ക് മൈനിങ്ങും ചെയ്യണം, അതുപോലെ തന്നെ വീടൊന്ന് ബിൽഡ് ചെയ്ത് സെറ്റാക്കണം. അപ്പോൾ അത് കോളാട്ട്. ഈ ഒരു സാധനം എന്ന് പറയുമ്പോൾ കോളാണ്. അപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് ടോർച്ചും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് മറ്റേ ഫർണസ് ഉണ്ട്. ഫർണസ് പറയുന്ന സാധനം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കാനുള്ള സംഭവമാണ്. നമ്മുടെ അടുപ്പ് പോലെ തന്നെ നമ്മുടെ മീറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കുക്ക് ചെയ്യാനുള്ള സംഭവമാണ്. സോ അപ്പോൾ എന്തായാലും നമുക്ക് ഫർണസ് റെഡിയാക്കാം കേട്ടോ. നമുക്കൊരു ഫർണസിൻ്റെ ആവശ്യമുണ്ട്. സോ അപ്പോൾ എന്തായാലും നമുക്കൊരു ഫർണസ് റെഡിയാക്കാം. നമ്മൾ ഫർണസ് സെറ്റ് ചെയ്യുന്നത് നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്യാം അല്ലേ. നമുക്കിവിടെ ഒരു ഫർണസ് കൂടി റെഡിയാക്കി കൊടുക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ വെക്കാം ഫർണസ്. ഓക്കെ, ഇതിൽ നമുക്ക് സാധനങ്ങളൊക്കെ കൊണ്ട് നമ്മളെ അടുത്ത് മീറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. നോക്കട്ടെ, നമ്മുടെ അടുത്ത് മീറ്റ് ഉണ്ടോ? ഓക്കെ, നമുക്ക് മീറ്റൊന്നുമില്ല. അപ്പോൾ എന്തായാലും മീറ്റ് കിട്ടുകയാണെങ്കിൽ നമുക്കിവിടെ കൊണ്ടുപോയി കുക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് കുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. എന്തായാലും രാത്രി ആയിട്ടുണ്ട്, നമ്മൾ എന്തായാലും കയറി കിടക്കാം കേട്ടോ. ഒരുപാട് സംഭവങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട്. നമ്മുടെ മൈനിങ് ഏരിയയും അതുപോലെ തന്നെ നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ ഒന്ന് ബിൽഡ് ചെയ്യണം. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. എന്തായാലും നിങ്ങളുടെ എന്തെങ്കിലും ഫാമൊക്കെ ബിൽഡ് ചെയ്യണമെങ്കിൽ എന്തായാലും നിങ്ങൾ താഴത്ത് കമൻറ്റ് ചെയ്യാം. നമുക്കിനി വില്ലേജർ ഫാം അങ്ങനെ കുറേ സംഭവങ്ങൾ റെഡിയാക്കാനുണ്ട്. സോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.